ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ആർട്ടിസ്റ്റിനെ റിവീൽ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റിൻ്റെ പലതരത്തിലുള്ള കഴിവുകൾ ഇവിടെ കാണാൻ പോവുകയാണ് നിങ്ങൾ. ഒരു തുടക്കം മാത്രം. ഓക്കെ, നമ്മൾ കളേഴ്സിന് ഇതൊന്ന് റിവൈസ് കറക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു, പക്ഷെ അത് ഫെയിലായിപ്പോയി. ഓക്കെ, നമ്മുടെ പടത്തിലേക്ക് വരാം. ഇതാണ് നമ്മുടെ പടം. ഇത് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ വരയ്ക്കാൻ വേണ്ടി വരച്ചുകൊണ്ടിരിക്കുന്നൊരു പടമാണ്. ഏതാണ്ട് 1 ഇയറായിട്ട്. ആക്ച്വലി നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഡേയ്സ് മാത്രമേ ഇത് വരയ്ക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഡേ മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ കുറേ സമയം, ഒരു ദിവസം ഒരു 5-10 മിനിറ്റ് മാത്രം വരച്ച് പിന്നെ കുറേ നാളുകൾ കൊണ്ട് വരയ്ക്കുന്നൊരു പടമാണ്. അപ്പം ഇതിൻ്റെ എല്ലാ പോർഷനും വരയ്ക്കുന്ന വീഡിയോസൊന്നും എടുക്കാനോ അല്ലെങ്കിൽ അതൊന്നും എൻ്റെ കയ്യിലില്ല. കുറേയൊക്കെ മിസ്സൊക്കെ ആയിപ്പോയി. അപ്പം ഉള്ള ഭാഗത്തിൻ്റെയൊക്കെ വീഡിയോസ് വെച്ചിട്ട് ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഏകദേശം കുറേ നാൾ കൊണ്ടേ ഇത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ എൻ്റെ ഷോർട്സൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക്, എൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഫൈനൽ പിക്ചർ എന്താണെന്നുള്ളത്. ഇത് തന്നെയാണ് ഒരു മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ഒരു പിക്ചറാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, ആദ്യം ഇത് വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ശരിക്കും ഒരു അമ്മേനെയും കുഞ്ഞിനെയും വരയ്ക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കിയത്. പക്ഷെ ഔട്ട്ലൈനൊക്കെ വരച്ച് കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും ഒരു മാതാവിനെയും ഉണ്ണിയേശുവിനെയും പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, അങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു പിക്ചറാണ്. പക്ഷെ ഞാൻ വരച്ചതിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പിക്ചറാണിത്. അപ്പം നമ്മളിത് വരച്ചിരിക്കുന്നത് ഒരു ക്യാൻവാസിലാണ്. ക്യാമലിൻ്റെ ക്യാൻവാസാണ്. അതോടൊപ്പം ഓയിൽ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ പെയിൻറ്റും ക്യാമലിൻ്റെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാമലിൻ്റെ അത്യാവശ്യം നല്ല ഓയിൽ പെയിൻ്റാണ് കേട്ടോ. നല്ല ഹെൽപ്ഫുള്ളാണ് ബ്ലെൻഡ് ചെയ്യാനും അതൊന്ന് മെൽറ്റായി ഒന്ന് യോജിച്ച് വരാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഇതാണ്. പ്രത്യേകിച്ച് ഓയിൽ പെയിൻറ്റ്, അതോടൊപ്പം ക്യാമലിൻ്റെ ഓയിൽ പെയിൻറ്റ്. പിന്നെ ഇത് വരയ്ക്കാൻ ഇത്രയും ഡിലേ എത്തിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് വരച്ചിട്ട് ഇതൊന്ന് ഉണങ്ങി വന്നിട്ട് വേണം എനിക്ക് അടുത്ത് ചെയ്യാൻ. ഓക്കെ, ഇപ്പം ഞാനങ്ങനെ ആദ്യത്തെ ഒരു കോട്ട് ചെയ്തു. അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത് ചെയ്യുള്ളൂ. അപ്പം അത് കാരണം കൂടെ കുറച്ചധികം സമയം എടുത്തതൊക്കെ. ഇപ്പം ക്യാമലിൻ്റെ 9 ml 12 കളേഴ്സ് വരുന്നൊരു സെറ്റ് ഉണ്ട്. അതാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ നാളുകളായിട്ട്. അപ്പം അത് നല്ല പെയിൻ്റാണ്. അതാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാമലിൻ്റെ തന്നെ ബ്രഷാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് ബ്രഷ് അവൈലബിളാണ്. 0.68 അതിൻ്റെ ബ്രഷ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ചെറിയ പോയിൻ്റുള്ള ബ്രഷ് വെച്ച് വരയ്ക്കാനാണ് കൂടുതൽ കംഫർട്ടബിൾ. ഇതിന് ഔട്ട്ലൈൻ ഇടുന്ന വീഡിയോ ഒക്കെ എനിക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ പാർട്ടൊക്കെ. പക്ഷേ ഞാനത് എടുത്ത് വെച്ചിരുന്നിട്ടുണ്ടോയെന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്താണ്. അപ്പം ആരും സ്കിപ്പ് ചെയ്ത് പോലെ ഫൈനൽ ഇമേജ് എന്താണെന്ന് കണ്ടിട്ടേ പോവുള്ളൂ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി എടുത്തത് എന്നൊക്കെ. എല്ലാവർക്കും വരയ്ക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കുറച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കല കൂടിയാണ്. അപ്പോൾ കുറേ ട്രൈ ചെയ്താൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ തന്നെ കുറേ ഒരാൾ പഠിപ്പിച്ച് തരുന്നതിനേക്കാളും കുറച്ചും കൂടി നമ്മൾ തന്നെ കുറേ ടൈം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം തന്നെ ഞാൻ കുറേ കളേഴ്സ് മാറി അടിച്ച് കുറേ ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്തൊക്കെയാണ് ഇതിനെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം തന്നെ ചെയ്യാൻ. പക്ഷെ ഫൈനലി വന്നപ്പോൾ ആ ഭാഗം ഏറ്റവും കുറച്ച് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ചെയ്തിരിക്കുന്ന ബ്ലൂവും വൈറ്റ് കളറും കൂടി മാറി മിക്സ് ചെയ്താണ്. ഇടയ്ക്ക് കുറച്ച് ആഷ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വരച്ച് കുറേ നാൾ വെച്ചിരുന്നിട്ട്
ഞാൻ ബാൽക്കണിയിലാണ് വെച്ചിരുന്നത് ഈ പടം. അപ്പം കുറേ നാളിങ്ങനെ ഇരുന്നിട്ട് പൊടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം അത് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ബാക്കി വരച്ചത്. അപ്പോൾ അത് വാഷ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് അതും കൂടി ഇവിടെ ആഡ് ചെയ്തേക്കാം. ജസ്റ്റ് ഓയിൽ പെയിൻറ്റ് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയാലും അതിൻ്റെ കളറൊന്നും പോവില്ല. ഓക്കെ, പിന്നെ വെള്ളം ഒഴിച്ച് കഴുകുന്നത് കുറച്ചുകൂടി ഉണങ്ങാൻ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിങ്ങാണ്. ഇതിൽ ആ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഫ്ലവേഴ്സൊക്കെ വരയ്ക്കുന്ന വീഡിയോ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക്. കമൈൻ.